2 വർഷം കഴിഞ്ഞ ചാനലിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തെ കുറിച്ചൊക്കെ ഒന്ന് അറിയാം എന്ന് കരുതി. വരുന്ന ഏപ്രിൽ മാസം ആകുമ്പോൾ 1-ാം തീയതി ആകുമ്പോൾ 3 വർഷം ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സ്വമേധയാ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷം പൂർത്തീകരിക്കുകയാണ്. അപ്പോ വിമർശകർ ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ 2 വിഭാഗക്കാരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടോ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ. 2 കാര്യമുണ്ട്. ചെയ്തു തുടങ്ങിയ സമയത്ത് നിന്ന് ഇപ്പോൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓഡിയബിൾ ആണോ എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്. പറയുന്ന കാര്യം വ്യക്തതയുണ്ടോ, കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പ്രതികരിച്ചാൽ നന്നായിരുന്നു. കുറെ ദിവസത്തെ ബ്രേക്ക് വന്നുകൊണ്ട് പലരും ശ്രദ്ധിക്കാൻ സാധ്യത കുറവായിരിക്കും. എന്നിരുന്നാലും സാധ്യമില്ല, സാരമില്ല. ഇത് നമുക്ക് ഗ്രാജുവലി ആണല്ലോ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നേരത്തെ ശ്രദ്ധിച്ചിരുന്നവരെല്ലാം ഇപ്പോ പലപ്പോഴും അതിനൊരു കണ്ടിന്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് പലരും അതിനെ സംബന്ധിച്ച് മാറിപ്പോയിട്ടുണ്ടാകാം. എന്തായാലും ഓഡിയോ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് അറിഞ്ഞ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പ്രത്യേകിച്ച് 9 മണിക്ക് ശേഷമൊക്കെ ആകുമ്പോൾ എല്ലാവരും കിടക്കപ്പായിലേക്ക് പോകേണ്ട സമയം അടുത്ത് വരികയാണ്. ആ സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങളുടെ സമയം കവരുന്നില്ല. ഈ ഒരു ലൈവ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളാണല്ലോ, നമ്മളല്ലല്ലോ സ്വയം ഒന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇത് കേൾക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. ഇത് മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സജഷൻസിന് ഇതിനൊരു വലിയ വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഓഡിയോ. ഹായ്, സന്തോഷ് ഗോപി, എന്തുണ്ട് മാഷെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ ചേട്ടനെ? ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ എന്ന് അയച്ചാൽ നമുക്ക് തുടങ്ങായിരുന്നു. പറ്റുന്നുണ്ടെന്ന് അങ്ങ് അനുമാനിക്കാം, കാര്യം കമന്റ് വരുന്നില്ല. ഒരുപാട് എനിക്ക് തോന്നുന്നു കണക്ഷൻ സ്ലോ ആണെന്ന് കൂടി കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം കൊണ്ട് പലർക്കും ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും. സാം കുട്ടി ഹായ്, ഓക്കെ കേൾക്കാം. ഓക്കെ ചേട്ടാ. അപ്പോ നിങ്ങൾ ക്യാപ്ഷൻ വായിച്ചു കാണും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ലൈവ് തുടക്കത്തിൽ വന്നിട്ട് അത് കട്ടായി പോയ, സ്ലോ കണക്ഷൻ ആയതുകൊണ്ട് കട്ടായി പോയതാണ്. വരുന്ന ഏപ്രിലിൽ 3 വർഷം പൂർത്തീകരിക്കാൻ പോവാണ്. അങ്ങനെ SV's വൈബ്സ് എന്നൊരു ചാനൽ സ്വന്തം നിലയ്ക്ക് പ്രൊഫഷണൽ ജേർണലിസം അവസാനിപ്പിച്ചതിന് ശേഷം സ്വന്തം നിലയ്ക്ക് ഒന്ന് പയറ്റി നോക്കിയതാണ്. വലിയ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്, വലിയ പിന്തുണയും കിട്ടിയിട്ടുണ്ട്. 2 വിഭാഗക്കാരും കൂടി ചേർന്നാണ് ഒരു സാധനത്തെ മുന്നോട്ട് ഇങ്ങനെ കയറ്റി ഇറക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കാലം ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടാവും. ഈ ഒരു കാര്യം വളരെ ശത്രുതയുള്ളവർ ഈ പേജിനെ വല്ലാതെ വേട്ടയാണെന്നൊന്നും പറയുന്നില്ല. അവർക്ക് ഞാൻ പറഞ്ഞില്ല, എതിരഭിപ്രായക്കാരെയും നമ്മൾ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ അവർക്ക് അസ്വീകാര്യമായതുകൊണ്ട് തന്നെ പേജിന്റെ റീച്ചിനെ കളയാൻ വേണ്ടി ഇവർ മാസ് റിപ്പോർട്ടിംഗ് നടത്താറുണ്ട്. അത് സംഗീസിനും കോൺഗ്രസുകാർക്കും അല്ലെങ്കിൽ കൊങ്ങീസുകൾക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ദഹിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കത് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ ഫോളോ ചെയ്യുന്നവർ, കേൾക്കാൻ താല്പര്യമുള്ളവർ ഒരു കാര്യം ഇതിനോടൊപ്പം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം റീച്ച് നിങ്ങൾക്ക് പലരും വഴിയിൽ വെച്ചൊക്കെ ചിലരെ കാണുമ്പോൾ ഇപ്പൊ എന്താ വീഡിയോ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തതാണ്. നോട്ടിഫിക്കേഷൻ കിട്ടാത്ത കാരണം എന്ന് പറഞ്ഞാൽ മാസ് റിപ്പോർട്ടിംഗ് ഉണ്ട് പേജിനെ സംബന്ധിക്കുന്നിടത്തോളം. നമ്മൾ ഏത് മേഖലയെ കുറിച്ചാണോ സംസാരിക്കുന്നത്, നമ്മൾ പറയുന്ന കാര്യം അവർക്ക് ഡാമേജ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യത്തെ അവർക്ക് മറ്റ് വസ്തുതകൾ കൊണ്ട് ക്രോസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമാണ് മാസ് ആയിട്ട് എന്ത് ചെയ്യുക, ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ള നിലയ്ക്ക് ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ പേജിന്റെ റീച്ച്, അതായത് സാധാരണഗതിയിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒന്നുകിൽ നിങ്ങൾ ഫോൺ എടുത്ത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ടൈം ലൈനിൽ ഈ വീഡിയോ വന്ന് കിടക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് ആ വീഡിയോ വന്നിട്ടുണ്ട് എന്ന് സാധാരണഗതിയിലുള്ള ആൾക്കാരെല്ലാം ശ്രദ്ധിക്കാറുള്ളത്.
അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആ ബെൽ ബട്ടണിൽ ഒരു റെഡ് 1 എന്നുള്ള നമ്പേഴ്സ് വരും. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മളിട്ട വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇത് രണ്ടും ഇപ്പോ ദൈവം സഹായിച്ച് സംഘികളും നമ്മളെ കൊങ്കികളെല്ലാം കൂടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് പലർക്കും ഈ സാധനം കാണാൻ എത്തരുത് എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. കാര്യം ഈ എതിർ ശബ്ദങ്ങളെ, അവരെ വിമർശിക്കുന്ന കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ അവിടെ നിർത്തുന്നു എന്നല്ല, അതിൽ വല്ല നിരാശരായിട്ടൊന്നും പിൻവാങ്ങുന്നതല്ല. നമ്മളൊരു ഉദ്യമത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ അതിൽ രണ്ടിലൊന്ന് തീരുമാനമാകണം. അതാണ് എന്റെ ഒരു പൊതു രീതി എന്ന് പറഞ്ഞാൽ. ആ നിലയ്ക്കാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്ത് കൂടി കുറച്ച് സജഷൻ ചോദിക്കുന്നത്. എന്തെങ്കിലും 2 വർഷമായിട്ട് എന്നെ കേൾക്കുന്നുണ്ട്, ചിലർക്ക് അരോചകനായിരിക്കാം, ചിലർക്ക് സ്വീകാര്യത ഉണ്ടായിരിക്കാം. നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം എന്ത് സജഷൻ ഉണ്ടോ, വാർത്തകളെ സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലരും പ്രതികരിക്കുന്നുണ്ട്. ഹംസ ഇബ്രാഹിം, വെൽക്കം ഡിയർ, താങ്ക് യു സോ മച്ച്. ഷാജി മോൻ ജി, കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു. രഞ്ജിത്ത് ഹരി, ഹായ് സർ, ഹായ്, നന്നായിട്ട് പോകുന്നുണ്ട്. അനിൽ കപ്പി അനിൽ, ഓക്കെ. രഞ്ജിത്ത് ഹരി സർ, അരുൺ എന്ന് വിളിച്ചാൽ മതി, സാറൊന്നും വിളിക്കണ്ട, അരുൺ എന്ന് വിളിച്ചാൽ മതി. മൈ നെയിം ഈസ് അരുൺ, അരുൺ ലാൽ എന്നാണ് ഫുൾ നെയിം. നിങ്ങൾക്ക് SV അരുൺ എന്ന് ആണ് എന്റെ ഫുൾ നെയിം. നിങ്ങൾക്ക് അരുൺ എന്ന് വിളിക്കാം, സാറെന്നൊക്കെ വിളിക്കേണ്ട കാര്യമില്ല. നമ്മളൊന്നും എന്തോ ഒരു അകലത്തിൽ നിൽക്കുമ്പോഴുള്ള ഒരു തോന്നലുണ്ടാവും. അബൂസ് ഷഹീദ്, സാംകുട്ടി, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ പലരും ഇതുപോലെ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രതികരണവും നിങ്ങളുടെ അഭിപ്രായമാണ് സത്യം പറഞ്ഞാൽ നമ്മളൊരു വിഷയത്തിൽ എന്ത് കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടോ, അതായത് പരിപൂർണമായിട്ട് ആൾക്കാരുടെ സ്വീകാര്യത ഒരു വിഷയത്തിലും നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ കിട്ടാൻ പോകുന്നില്ല. കാര്യം മനുഷ്യരുടെ ചിന്താഗതി പല തരമാണ്, പല വിധമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ എന്റെ അതേ കാഴ്ചപ്പാടുള്ള ഒരു വിഭാഗം മനുഷ്യർക്ക്, കുറച്ച് മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഒരു വലിയ വിഭാഗത്തിന്, കാര്യം ഞാൻ എപ്പോഴും എടുക്കുന്ന നിലപാടുകൾ പൊതുവികാരത്തിന് അടിസ്ഥാനപ്പെടുത്തി പലപ്പോഴും അത് എളുപ്പമാണ്. കാര്യം ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പൊ PP ദിവ്യയുടെ വിഷയം വരികയാണ്, പൊതുവികാരം എന്ന് പറഞ്ഞാൽ PP ദിവ്യയ്ക്ക് എതിരായിരുന്നു. പക്ഷെ എന്റെ ഒരു നിലപാട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയ്ക്കൊപ്പമാണ്. തിരിച്ചും മറിച്ചു ആ വീഡിയോ കേട്ടിട്ട് PP ദിവ്യ ചെയ്ത കാര്യത്തെ ഒരിക്കലും തള്ളിപ്പറയാൻ തോന്നിയില്ല. അവർ സ്വാഭാവികമായ ഒരു വ്യക്തി ചെയ്യാവുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതേ വിഷയം നമ്മൾ കണ്ടു. വയനാട് DCC ട്രഷററായി ആത്മഹത്യ ചെയ്ത വിഷയം വന്നപ്പോഴത്തേക്കും നമ്മുടെ സംവിധാനങ്ങളെല്ലാം അതേ വികാരം ഉണ്ടാകാതെ പോകുന്നു. ആ ജീവന് PP ദിവ്യയുമായി ബന്ധപ്പെട്ടുണ്ടായ അതേ വിഷയത്തില് തഹസിൽദാർ പുള്ളിയുടെ പേര് മറന്നു, നവീൻ ബാബുവിന്റെ ജീവനോളം വാല്യൂ ഇല്ലാത്തതായിട്ട് ഈ സമൂഹം പരിഗണിക്കുന്ന കണക്ക് തോന്നി. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും പൊതുവികാരത്തിനനുസരിച്ച്, അല്ലെങ്കിൽ പൊതുവികാരം എങ്ങനെയാണോ അതല്ല, ആ വിഷയം കണ്ടതിന് ശേഷം അതിൽ ഏതെങ്കിലും ഒരു ശരിയായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു. കാര്യം ആരെയും വിമർശിക്കാൻ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഞാൻ ചെയ്യുന്ന കണ്ടന്റുകളെല്ലാം ഇടതുപക്ഷത്തിന്റെ ഒരു ഓരം ചേർന്ന് പോകുന്ന കണ്ടന്റുകളാണ് കൂടുതൽ ചെയ്യുന്നത്. കാര്യം അങ്ങനെ പലരും പറയാറുണ്ട് പക്ഷം പിടിക്കൽ കൂടുതലാണ്. അന്ന് ചെയ്യേണ്ടി വരുന്ന ഒരു കാലം അങ്ങനെ പരിപൂർണമായിട്ട് പക്ഷം പിടിക്കണമെന്ന് വിചാരിച്ച് ചെയ്തു തുടങ്ങിയതുമല്ല. പക്ഷെ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു അവസ്ഥ കാണുന്നു. ഒരു ശരിയെ കള്ളങ്ങൾ കൊണ്ട് മൂടിയിട്ട് അതിനെ ആക്രമിക്കുകയാണ്. അത് പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി മാധ്യമങ്ങളും ഒരു വിഭാഗവും അടുത്ത അധികാരത്തിലേക്ക് കടന്നു വരാൻ ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് തോന്നി. നിങ്ങൾ തെറ്റുകളെ വിമർശിക്കൂ, അതിനെ സംബന്ധിച്ച് യോജിപ്പുണ്ടെങ്കിൽ ഞാൻ അഭിപ്രായം പറയാറില്ല. പക്ഷേ തെറ്റാക്കി മാറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ കൃത്രിമമായിട്ടുള്ള വിവാദങ്ങൾ കൊണ്ടുവന്ന് അവരെ ജനങ്ങളുടെ മുന്നിൽ അവഹേളിക്കാൻ പരിശ്രമിക്കുന്നത് അതൊരു ജേർണലിസ്റ്റിക് മൈൻഡ് കാണുമ്പോൾ അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇനി എത്ര വിമർശനം ഉണ്ടായാലും തുറന്നു പറയാറുണ്ട്. അതായത് തെറിവിളി കേൾക്കുന്ന സന്ദർഭം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷെ ബേസിക്കലി സാധാരണ രീതിയിൽ ഞാനിത് ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. അതായത് ഒരാളുടെ നിലവാരമാണ് ഏത് രീതിയിൽ അതിനെ പ്രതികരിക്കണമെന്നുള്ളത്. ആ പ്രതികരിക്കണമെന്നുള്ളത് ചിലരെ സംബന്ധിക്കുന്നിടത്തോളം വായടപ്പിക്കാൻ എളുപ്പം വീട്ടിയിരിക്കുന്നവരെയൊക്കെ അങ്ങ് പുലഭ്യം പറഞ്ഞ് അല്ലെങ്കിൽ അതിനെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് വായിക്കുമ്പോൾ അവൻ തകർന്നു പോകുമല്ലോ. കാര്യം ഫേക്ക് ID വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ധൈര്യമുള്ളവനല്ല എന്ന ഫേക്ക് ID ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കാര്യം ഞാൻ എന്ത് കാര്യം പറയുന്നോ എന്റെ ഫേസ് നിങ്ങളുടെ മുന്നിൽ കാട്ടിയിട്ട് പറയുന്നത് ഞാനാണെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ ആർജവത്തോടു കൂടി പറയാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അതിൽ എന്റെ ഈ പേജിനകത്ത് ഓഡിയോ ഇടാറുണ്ട്. പലപ്പോഴും ചിലപ്പോ ശാരീരിക ബുദ്ധിമുട്ടുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഓഡിയോ ഇടാറുണ്ട്.
അതുപോലും നിങ്ങൾക്ക് എന്റെ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഞാനല്ലാതെ വേറെ ആരും ഇതിനകത്ത് ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയാറില്ല. അപ്പൊ അതുകൊണ്ട് മുഖം മറച്ചു വെച്ച് എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയുന്ന ഒരാളല്ല. പക്ഷെ നിങ്ങൾ നേരെ തിരിച്ച് നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ തെറി പറയാൻ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മുഖമില്ലാത്ത ഫേക്ക് ഐഡികൾ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് മറുപടി പറയാനും ഇതേ ഫേസ് ഉള്ള ആ ഒരു ശബ്ദമുള്ള അല്ലെങ്കിൽ ഒരിക്കലും ഒരു സാങ്കല്പികമായിട്ടുള്ള വ്യക്തിയായിട്ടല്ല നിങ്ങൾ എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു പറയുന്ന കാര്യത്തെക്കുറിച്ച് ഉറച്ചു നിൽക്കുന്ന നിലപാടാണ്. അതിൽ എത്ര സോഷ്യൽ വിമർശനം വന്നാലും അതെന്റെ നിലപാടായിട്ട്. അതിൽ തെറ്റുപറ്റാം. കാര്യം ചിലപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോവാം. മനുഷ്യരല്ലേ. ഈ രണ്ട് വിഭാഗക്കാർക്ക് നമ്മുടെ സ്വരാജ് പറയും പോലെ തെറ്റുപറ്റുമെന്ന് പറയുന്നത് പോലെ തന്നെ തെറ്റ് പറ്റുന്ന എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഏതെങ്കിലും ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കേ തെറ്റ് പറ്റത്തുള്ളൂ. ഞാൻ കംപ്ലീറ്റ് ശരിയാണെന്ന് പറയുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾക്ക് വീഴ്ചകൾ ഉണ്ടാവും. അതായത് വീണ് പഠിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ വീഴും എണീക്കും വീഴും എണീക്കും. അതാണ് അങ്ങനെ ഒരു പോളിസി ഞാൻ വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പറയുന്ന പല കാര്യങ്ങളും പലപ്പോഴും വാർത്തകൾ മനസ്സിലാക്കിയതിനു ശേഷം ഒപ്പീനിയനാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വീണ്ടും വീണ്ടും അത്. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്നായി പോകുന്നുണ്ട് ബ്രോ. കെ മുഹമ്മദ് അലി, അബ്ദുൾ സലീം മജീദ്, അബ്ദുൾ റഹ്മാൻ നടുകണ്ടി, സുഖമല്ലേ? ഓ സുഖാണ്. കുറച്ചു ദിവസം മുന്നേ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ എല്ലാം ഓക്കെയാണ്. അനി കാപ്പി, നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് പരിശ്രമിക്കാറുണ്ട്. പലപ്പോഴും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നത് കൊണ്ട് തന്നെ മാധ്യമ മേഖലയിൽ മെയിൻ സ്ട്രീമിലൊക്കെ ജോലി ചെയ്തിരുന്നപ്പോൾ അതിനകത്ത് നടക്കുന്ന അന്തർധാരകളെ കുറിച്ച് അടുത്ത് നിന്ന് കണ്ട് അതേ രീതിയിൽ യാത്ര ചെയ്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു വാർത്ത കാണുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. സാധാരണക്കാരെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾക്ക് സംബന്ധിക്കുന്ന ഒരു വാർത്ത മാത്രമാണ്, ഒരു വാർത്ത വന്നു. പക്ഷേ ഒരു കേവലം ഒരാളുടെ പ്രതികരണത്തിൽ നിന്ന് ഒരു വാർത്ത വളച്ചൊടിച്ചുണ്ടാക്കുമ്പോൾ നമ്മളുടെ പ്രൊഫഷണലി ജേർണലിസം പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും പ്രൊഫഷണലി ജോലി ചെയ്ത ഒരാളെന്നുള്ളേക്ക് ആ വാക്കിനെ വളച്ചൊടിച്ചത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഈ നിത്യാഭ്യാസി ആനയും ചോക്കും എന്ന് പറയുന്നത് പോലെ ഞാൻ ചെയ്ത ജോലി കൊണ്ടാണ് എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നത്. അതൊരു വലിയ ഓവർ കഴിവായിട്ടല്ല പറയുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഒരു മേഖലയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഏത് മേഖലയിലായിരുന്നാലും ഇപ്പൊ നമ്മൾ ഏത് മേഖലയിൽ ജോലി എന്ന് പറയും, നിങ്ങളൊരു സിസ്റ്റം എക്സ്പേർട്ട് ആണെങ്കിൽ അതിലൊരു ചെറിയ കംപ്ലൈന്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതായിരിക്കാം കാരണമെന്ന് ഊഹിക്കാൻ പറ്റുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ അടുത്ത് എന്നിട്ട് നമ്മുടെ രോഗത്തിന്റെ സിംറ്റംസിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് വെച്ചിട്ട് ഇത് ഇന്ന കാരണം കൊണ്ടുണ്ടാകാം എന്നുള്ളത് പോലെ തന്നെ ഒരു മെക്കാനിക്കിന് ഒരു വണ്ടി കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഇന്ന തകരാറ് കേൾക്കുന്നു, ഇന്ന പ്രശ്നം കേൾക്കുമ്പോൾ അത് ഇന്ന കാര്യം കൊണ്ടായിരിക്കാമെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ ചെയ്ത ജോലി വെച്ചിട്ട് അത് കാണുമ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ വളച്ചൊടിച്ചോണ്ട് പോയെന്നുള്ള തിരിച്ചറിവ്. അതൊരു വലിയ കഴിവായിട്ട് നിങ്ങളടുത്ത് സമർത്ഥിക്കാൻ ശ്രമിച്ചതല്ല. അത്തരം വാർത്തകൾ തന്നെയാണ് ജനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ മാത്രമല്ല, ഈ മുഖ്യധാരാ മാധ്യമങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് പാരലായിട്ട് ഇന്നിപ്പോ ഒരുപാട് പേർ ചെയ്യുന്നുണ്ട്. അതായത് എന്നെക്കാളും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ വിഷയങ്ങളെ കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ രണ്ടും കൂടി അനലൈസ് ചെയ്ത് താരതമ്യം ചെയ്തിട്ട് ഇതായിരുന്നു സത്യമെന്ന് ബോധ്യപ്പെടുത്തുന്ന വളരെ മികച്ച രീതിയിൽ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇന്നുണ്ട്. പലതും ഇടതുപക്ഷ പ്രൊഫൈലുകൾക്ക് വളരെ സഹായമായി ചെയ്യുന്നുണ്ട്. അതിലൊരു ചെറിയൊരു അണു മാത്രമാണ് ഞാൻ. അപ്പോൾ അത് നിങ്ങൾ കുറെ പേര് പിന്തുണയ്ക്കുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ്, നിങ്ങൾ 2 വർഷമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നവരാണെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, റീച്ചിന്റെ ഒരു പ്രശ്നം, അത് തെരഞ്ഞെടുപ്പ് കാലം കൂടി ആകുന്നുണ്ട്. പേജ് വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അങ്ങനെ വീഡിയോ ചെയ്യാത്തതല്ല. കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവ് വരുന്ന പേജിന്റെ ഇത് ലിങ്ക് നിങ്ങൾ എടുത്ത് വെച്ചിട്ട് ഓരോ ദിവസം കയറി നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. അല്ലാതെ ഫേസ്ബുക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ കുറവായിരിക്കും. കാര്യം ആ രീതിയിൽ പേജിനെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ട് പലരും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് നിർത്തിയൊന്നും പോകുന്നില്ല. പതിയെ ഇത് നമ്മൾ ഇവിടെ ചെയ്തിട്ടിരുന്നാലും കാലം കഴിയുന്തോറും ഇതൊരു ഡിജിറ്റൽ തെളിവായിട്ട് ഇവിടെ കിടക്കില്ലേ. നമ്മൾ കടന്നു പോയി കഴിഞ്ഞാലും മറ്റുള്ളവർ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്നൊരു വീഡിയോ ആയിട്ട് കിടക്കുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ എടുത്ത് കേൾക്കുമ്പോൾ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു കണ്ടന്റായി കിടക്കണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അല്ലേ നമ്മുടെ ഈ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം കാണാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയോ ചിലർക്ക് പൊള്ളൽ ഏൽപ്പിക്കുന്നുള്ളത് കൊണ്ടാണല്ലോ
ഇതിനെ കേൾക്കണ്ട അല്ലെങ്കിൽ കേൾപ്പിക്കരുത് എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എത്തുന്നത്. അവരവരുടെ വഴിയെ പോവും, നമ്മൾ നമ്മുടെ വഴിയെ പോവും. അപ്പോ നിങ്ങളാണ് ഈ കാണുന്ന ഒരു രീതിയിൽ പോലും എന്നെ സംസാരിപ്പിക്കാനായിട്ടൊക്കെ കുറെ പ്രാപ്തനാക്കിയത് എന്നുള്ളതിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരുപാട് പേര് വിളിക്കുന്നവരുണ്ട്, ഫോണിൽ അഭിപ്രായം പറയുന്നവരുണ്ട്, പരിചയം അതായത് ഈ പേജിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തന്നെ കുറേയേറെ ആൾക്കാരുണ്ട്, ഒരു പേഴ്സണലി വിളിച്ചിട്ടൊക്കെ കാര്യങ്ങൾ പറയുന്നവരൊക്കെ ഉണ്ട്. വളരെ സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു കാര്യമാണ് അത്. ഞാൻ മെയിൻ സ്ട്രീമിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ അപ്പുറം എനിക്കുണ്ടായ അനുഭവങ്ങൾ, ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തികളുടെ സ്നേഹം, അവരുടെ ഒരു കരുതൽ, ചില കാര്യങ്ങളിലൂടെയൊക്കെ തിരുത്തൽ, ഇതൊക്കെ കാണാൻ ഒരു അനുഭവിക്കാനൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോഴാണ് മനുഷ്യരുടെ സ്നേഹങ്ങൾ കൂടുതൽ അറിയാൻ പറ്റിയ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സമ്മാനിച്ചിരിക്കുന്ന അനുഭവങ്ങളെല്ലാം ഈ 2 വർഷത്തെ കാലയളവിനിടയിൽ എന്നെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വലിയ അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് പിന്നീടും ഈ ചിലരൊക്കെ വിളിച്ചിട്ടും ചെയ്ത കാര്യത്തെയൊക്കെ വല്ലാതെ അഭിനന്ദിക്കാറുണ്ട്. ആ അഭിനന്ദനമൊക്കെ പറയില്ലേ, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇത് സക്സസ് ആവണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ആൾക്കാരിലേക്ക് പോകുന്നതെന്നൊന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെയ്ത് അങ്ങോട്ടേക്ക് തരുന്നു, ഇതിൽ എന്താണ് തിരിച്ചു വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ വിചാരിക്കാത്ത ഒരു അവസ്ഥയാണ്. അപ്പോ പലപ്പോഴും ഇപ്പോ ഈ റീച്ച് കുറഞ്ഞിരിക്കുമ്പോ കുറച്ച് സമാധാനമുണ്ട്. മുമ്പ് ഫോണിലൊക്കെ എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി വരെയാണ് ഈ ഞാൻ ഇന്റർനെറ്റ് കോളുകളിൽ നിന്ന് ഫോണിലേക്ക് ഇങ്ങനെ നിരന്തരം കോൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. വാട്സപ്പുകളിലായിരുന്നാലും മെസ്സേജുകളുടെ ഒരു അതിപ്രസരം, ഏതെങ്കിലും വാർത്ത ഇഷ്ടപ്പെടാതെ വന്നാലോ അല്ലെങ്കിൽ സംഘപരിവാറിനെ വിമർശിച്ചാലോ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ കൊണ്ടിട്ട് ഇങ്ങനെ തുരുതുരുതുരാ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ അതൊക്കെ ഒന്ന് സമാധാനമായിട്ടുണ്ട്. കുറെ പേർക്ക് ശീലമായി എന്ന് തോന്നുന്നു. അതുപോലെ എനിക്കും കുറെ കാര്യങ്ങളിൽ ശീലമായി. അപ്പോ നാളെ മുതൽ കൂടുതൽ ലൈവൊക്കെ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു വലിയ പേഴ്സണലി ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടായി, കുടുംബത്തിലൊരു വലിയ ഇൻസിഡന്റ് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കൂടുതൽ വരാൻ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയാത്തത്. തുടർച്ചയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓഡിയോ കൊണ്ടുള്ള സ്റ്റോറികൾ ചെയ്യാൻ കാരണവും അത്തരം ഒരു കാര്യമായിരുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്ത് നമ്മൾ നോർമൽ ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ തൊട്ട് നമ്മൾ കൂടുതൽ കാര്യം വരും കാലം ഒരു സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന, ഒരു സംഘടനയെ സംബന്ധിക്കുന്നിടത്തോളം ഇലക്ഷൻ കലണ്ടർ ഇയർ ആണ്. അതിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വാർത്തയും ചെയ്യില്ല. പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. കാര്യം മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ആര് കാശ് കൊടുക്കുന്നു അതിനനുസരിച്ച് ധർമ്മം ചെയ്യുക എന്നുള്ളതല്ല, ജനങ്ങളെ സത്യം അറിയിക്കുക എന്നുള്ളതാണ്. ആ സത്യത്തെ മൂടി വയ്ക്കുന്നതിനെ തുറന്നു കാട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. പിന്നെ ഒന്നിനോടും ഒരു വെള്ളം ചേർക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം എന്ത് വിഷയത്തിലാണോ അഭിപ്രായം പറയാൻ ശ്രമിക്കുന്നത് അതിൽ എന്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളോട് സത്യസന്ധമായിട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അത് പറയാൻ ശ്രമിക്കാറുണ്ട്. അതിൽ ഒരു പക്ഷത്തേക്ക് ചേർന്ന് പോകുന്നു എന്നുള്ള വിമർശനങ്ങൾ പലയിടത്തും കേൾക്കേണ്ടി വരുന്നത് ആദ്യഘട്ടങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു. 2 പക്ഷത്തെയും കുറിച്ച് ചെയ്യാറുണ്ട്. പക്ഷെ തീവ്രമായിട്ട് ഒരു സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടിതമായ ശ്രമം തുടങ്ങിയപ്പോഴാണ് അതിനെ പിന്തുണയ്ക്കാനായിട്ട് ഒരു സൈഡിൽ നിലയുറപ്പിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ആ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. എന്തായാലും നാളെ മുതൽ സമയം നേരത്തെ ഓരോ കാർഡുകളിലൂടെ വിഷയത്തെ അറിയിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്താൽ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് വൈകിട്ട് അഭിപ്രായം പറയാവുന്നതാണ്. അപ്പോ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അബ്ബാസ് ടി, മൈദീൻ, അനിൽകുമാർ സൂപ്പർ, സതീഷ് വി കെ, പ്രഭാകരൻ പി, റഷീദ് മുഹമ്മദ്, അങ്ങനെ പലരും കമന്റുകൾ അയക്കുന്നുണ്ട്. കുറച്ചുകൂടിയൊക്കെ സജീവമാകണമെന്ന് വിചാരിക്കുകയാണ്. വാർത്തകൾ കുറച്ചുകൂടിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടും കുറച്ചുകൂടി, അതായത് നമ്മൾ ഈ വാർത്തകൾ കണ്ടന്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകളെ മെനക്കെട്ടിരുന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഇവരെന്തൊക്കെയാണ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊള്ളരുതായ്മകളെല്ലാം കണ്ടെത്താൻ പറ്റുള്ളൂ. ഈ നൈസ് ഓപ്പറേഷൻ, അതായത് നമുക്കൊരാൾക്ക് അസുഖം വന്നാൽ എങ്ങനെയാണ് ഒരു മരുന്ന് കൊടുത്തിട്ട് ആ മരുന്ന് പ്രവർത്തിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. അതുപോലെയാണ് മാധ്യമങ്ങൾ. ഏതെങ്കിലും ഒരു കണ്ടന്റ് എടുത്ത് ഇടതുപക്ഷ വിരുദ്ധമായിട്ട് അവരങ്ങ് പ്രചരിപ്പിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മരുന്ന് അകത്ത് പോയി പ്രവർത്തിക്കുമല്ലോ, ഒരാളുടെ ഉള്ളിലേക്ക് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലെ മരുന്നകത്ത് നിന്നിട്ട് ഈ രോഗാണുക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിപ്പിക്കുന്ന അതേ രീതിയിൽ ഇതൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്.
ആ ഒരു സ്വാധീനത്തെ നമ്മൾ മനസ്സിലാക്കി, ജനം ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇനിയും അതിനെ നമ്മൾ നേരിട്ട് കൊണ്ടിരുന്നില്ലെങ്കിൽ ആ സംവിധാനങ്ങൾ, നിങ്ങൾ ശരിയുടെ പക്ഷത്തെ നിലയുറപ്പിച്ചിട്ട് ജനങ്ങളെ രാഷ്ട്രീയമായിട്ട് തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ കള്ളങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയും അല്ലെങ്കിൽ പ്രത്യേക അജണ്ട വെച്ചിട്ട് അത് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതിനെ അതിനെ പൊളിക്കാൻ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പറയേണ്ടി വരുന്നത്. അത് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. ആ മാധ്യമങ്ങൾ ചെയ്യുന്ന അജണ്ട അത് ഏത് മാധ്യമ മുതലാളിമാർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മാധ്യമങ്ങൾക്കകത്തുള്ള മുതലാളിമാർക്കെല്ലാം പ്രത്യേക രാഷ്ട്രീയമുണ്ട്, താല്പര്യമുണ്ട്, അവർക്ക് ഫണ്ടിങ്ങിന്റെ പ്രശ്നമുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു, അവിടത്തേക്ക് ഒരു ചായ്വ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ചായ്വിനൊത്ത് നിന്നുകൊടുക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് അത് കാര്യം നമ്മൾ അങ്ങനെ ഒരു സ്വാധീന വലയത്തിൽ പോയി വീണുകൊടുക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് നിഷ്പക്ഷത എന്ന് വാക്കുകളിൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. അവർക്ക് പുറത്തേക്ക് കൊടുക്കുന്ന കണ്ടന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് കൂടുതൽ ജനം കാണുന്നത്, ജനം കാണുക എന്ന് പറഞ്ഞാൽ അവരെയും കൂടി ഉള്ളിലുള്ള ആ രാഷ്ട്രീയ വെറുപ്പ് അതിലൂടെ പ്രസരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇന്നത്തെ SFIയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ പോലും നമ്മൾ കണ്ടതാണ്. അപ്പോ നാളെ മുതൽ നിങ്ങൾ പിന്തുണയ്ക്കാൻ ഒപ്പം ഉണ്ടാകണം. ലൈവുമായിട്ടൊക്കെ വരുന്നുണ്ട്. ചാനലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. ഞാൻ വാട്സപ്പ് നമ്പർ പറഞ്ഞുതരാം. 7025638166 7025638166 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അതിൽ നിങ്ങൾക്ക് വാർത്തയുടെ സജഷൻസിനെ കുറിച്ച് പറയാം. മറക്കണ്ട 7025638166 7025638166 ഇതാണ് വാട്സപ്പ് നമ്പർ. കമന്റ് ആയിട്ട് കൂടെ കൊടുത്തേക്കാം. അപ്പോ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഒരു തെരഞ്ഞെടുപ്പ് കലണ്ടർ ഇയർ വരുമ്പോൾ ഒരു പോരാട്ട ഭൂമികയിലേക്ക് നമ്മൾ ഇറങ്ങേണ്ട സന്ദർഭമാണ്. ആ പോരാട്ട ഭൂമികയിലേക്ക് ഒരു നേരിന്റെ രാഷ്ട്രീയം നിലനിർത്തേണ്ടതുണ്ട്. കള്ളങ്ങൾ കൊണ്ടല്ല, അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കണമെന്നല്ല. ശരിയുടെ പക്ഷം ആര് ചെയ്യുന്നുണ്ടോ അവർ രാഷ്ട്രീയത്തിൽ വാഴേണ്ടവരാണ്. അവരെ ഈ കുതുകാലോ അല്ലെങ്കിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തി വീഴ്ത്താൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് പൗരന്റെ കടമയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുകയാണ്. പലരുടെയും പ്രതികരണങ്ങൾ കണ്ടു. സഖാവ് മുകേഷ് പിള്ള അടിപൊളി അപ്പോ നാളെ നമുക്ക് ഓരോ വിഷയങ്ങൾ ആയിട്ട് കാണാം. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫോൺ നമ്പർ മറക്കണ്ട 7025638166 ഈ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വാട്സപ്പായി അറിയിക്കുക. സ്റ്റേ കൂൾ. അതുപോലെ തന്നെ നമ്മളോടൊപ്പം എല്ലാം കീപ് ഇൻ ടച്ച്. ഒരു വീഡിയോയിലൂടെ കാണുന്നവർ എന്നതിനപ്പുറം എല്ലാവരും ഒരു അടുപ്പക്കാരെ പോലെയാണ്, സഹോദരങ്ങളെ പോലെയാണ്. അപ്പോ നമ്മളൊരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞിരിക്കുന്നതൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് കാര്യമുണ്ടോ അറിയിക്കാം. ഫോൺ നമ്പറിലേക്കൊക്കെ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോ നാളെ മുതൽ നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ട് രംഗത്തെത്തും. കാര്യങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായിട്ട് നാളെ കാണാം. അപ്പോ ചാനലിന്റെ റേറ്റിംഗിന്റെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ, റേറ്റിംഗ് അല്ല റീച്ചിന്റെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അത് നടക്കുന്നത് വഴി നടന്നോട്ടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിലെ നിങ്ങൾക്കിപ്പോ ഈ നോട്ടിഫിക്കേഷൻ ലൈവ് ഇടുമ്പോൾ കിട്ടിയ അതേ SV വൈബ്സ് എന്ന ഈ ലിങ്ക് നിങ്ങൾ വാട്സപ്പിൽ എങ്ങാനും കോപ്പി ചെയ്തിട്ടതിന് ശേഷം നിങ്ങൾ എല്ലാ ദിവസവും ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ചെയ്യുന്ന വീഡിയോകളെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോ നാളെ മുതൽ